നാളെയാണ് അതിനിർണായകമായ കേരളത്തിലെ 3 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വരുന്നു. ഒപ്പം മഹാരാഷ്ട്രയും ജാർഖണ്ഡും എന്താണ് വിധി എഴുതിയതെന്ന് അറിയാനിരിക്കുന്നു. ഒറ്റ രാത്രിയുടെ ദൂരം എന്നത് ഒരു ഖനമുള്ള രാത്രിയാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, മുന്നണി നേതാക്കളെ സംബന്ധിച്ച്, പാർട്ടി അണികളെ സംബന്ധിച്ച് ആര് ജയിക്കും, പാലക്കാട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ചേലക്കരയിൽ എന്ത് സംഭവിക്കും, വയനാട്ടിൽ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ, ഇങ്ങനെ പലവിധ ചിന്തകളാൽ ഉറക്കം വരാത്ത ഈ രാത്രിയുടെ ഒടുവിൽ നാളെ നേരം വരുമ്പോൾ 8 മണിക്ക് EVM മെഷീൻ തുറക്കാൻ പോകുന്നു, വോട്ടെണ്ണാൻ പോകുന്നു, പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന ആ നിമിഷം മുതൽ ആദ്യ വിവരങ്ങൾ ഉൾപ്പെടെ മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക് കൃത്യതയോടെ, അടിവരയിട്ട് പറയുന്നു, കൃത്യതയോടെ മുൻ തെരഞ്ഞെടുപ്പുകളുടെ ഡേറ്റ ഉൾപ്പെടെ വെച്ച് അനാലിസിസ് നടത്തി കൃത്യതയോട് വ്യക്തതയോടുകൂടി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും തയ്യാറാണ്. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലശ്രുതി എന്ത് എന്നറിയാനിരിക്കുന്ന ഈ ദൈർഘ്യമുള്ള നീണ്ട ഉറക്കം വരാത്ത രാത്രിക്കൊടുവിൽ നാളെ രാവിലെ 6 മണി മുതൽ മാതൃഭൂമി ന്യൂസ് തത്സമയം വിവരങ്ങൾ എത്തിക്കും. 8 മണി മുതൽ കൗണ്ടിംഗ് ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന് രാത്രിയിൽ ഈ കൗണ്ടിങ്ങിന് മുമ്പ് എന്താണ് സംഭവിക്കുക എന്നൊരു അവസാനത്തെ ഓട്ടപ്രദക്ഷിണം നടത്തും. വോട്ടർമാർക്ക് അറിയാമായിരിക്കും. എല്ലാവരും ഇതിനകം തന്നെ ഈ വലിയ പ്രചാരണ കോലാഹലങ്ങൾക്കിടയിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാടെന്ന പോലെ പാലക്കാടിനെയും ചേലക്കരയൊക്കെ പഠിച്ചു വച്ചിരിക്കുകയാണ്. അവിടെ എന്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരിക്കൽ കൂടി നമുക്ക് ഈ കണക്കുകളും അതിനൊപ്പം പ്രതീക്ഷകളും ഒക്കെ കാണാം, കേൾക്കാം. ആദ്യം ഏറ്റവും വലിയ മത്സരം നടക്കുന്ന പാലക്കാട്ടേക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ മത്സരം ഇനി ചേലക്കരയിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അവിടെ ആ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാലക്കാട്ടായിരുന്നു രാഷ്ട്രീയ വിവാദങ്ങളുടെ വലിയ ഫാക്ടറിയിൽ നിന്ന് വിവാദ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വന്നത്. ചൈനയിലെ ഫാക്ടറി എന്നൊക്കെ വരുന്ന പോലെ. അതെ, പാലക്കാട് നാളെ രാവിലെ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ പാലക്കാട് നഗരസഭാ പരിധിയിൽ നിന്നാണ് വോട്ടെണ്ണുക. 1 മുതൽ 14 വരെ ബൂത്തുകളാണ് ഒന്നാമത്തെ റൗണ്ടിൽ എണ്ണുക. 1 മുതൽ 14 വരെ ബൂത്തുകൾ മുനിസിപ്പാലിറ്റിയിലാണ്. 104 വരെ ബൂത്തുകൾ മുനിസിപ്പാലിറ്റിയിലാണ്. അതിനുശേഷമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമായ പിരായിരി ഗ്രാമപഞ്ചായത്ത് എണ്ണുക. പിരായിരിയും കടന്ന് മാത്തൂരിലെ ബൂത്തുകളും കടന്ന് കണ്ണാടിയിലെ 184ാമത്തെ ബൂത്ത് എണ്ണി തീരുമ്പോഴായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലാണോ, പി സരനാണോ, സി കൃഷ്ണകുമാറാണോ വിജയി എന്ന് നമുക്ക് അന്തിമമായി പറയാൻ പറ്റും. ശ്രദ്ധിക്കണേ, ആദ്യം എണ്ണുമ്പോൾ ആദ്യം ലീഡ് ചെയ്യുക. സ്വാഭാവികമായും ഇതുവരെയുള്ള വലിയ പ്രതീക്ഷകളൊന്നും തകിടം മറിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു ട്രെൻഡ് നമുക്കറിയാമല്ലോ. പല തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണാത്ത ട്രെൻഡ് ഉണ്ടാകാം. അങ്ങനെ ഒരു അതിശക്തമായ ട്രെൻഡ് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ സാധാരണ നിലയിൽ ആദ്യ ഫലം നമ്മൾ പറയുന്നത് BJPക്ക് അനുകൂലമായിട്ടായിരിക്കും. അതാണ് അവിടുത്തെ പതിവ്. കഴിഞ്ഞ സമീപകാല തെരഞ്ഞെടുപ്പിൽ ആദ്യം എണ്ണാൻ പോകുന്നത് കൽപ്പാത്തി തെരുവുകളിലെ വോട്ടുകളാണ്. അതൊക്കെ BJPക്ക് വലിയ അടിയൊഴുക്കുള്ള പിന്തുണയുള്ള സ്ഥലങ്ങളാണ്. പാലക്കാട് നഗരസഭയിൽ BJPക്കും RSSനും വേരോട്ടം വലിയ തോതിൽ ഉണ്ട് എന്ന കാര്യം. ആദ്യ 7 റൗണ്ടിലെങ്കിലും കോൺഗ്രസിന്റെയും CPMന്റെയും കണക്കുകൾ അനുസരിച്ച് ആദ്യത്തെ 7 റൗണ്ടുകളിലെങ്കിലും NDA ലീഡ് ചെയ്യാനാണ് സാധ്യത. അതായത് വലിയ അടിയൊഴുക്കുകൾ ഇല്ല എങ്കിൽ, ടെക്ടോണിക് ഷിഫ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ആദ്യത്തെ 7 റൗണ്ടുകളിൽ, അതായത് കൽപ്പാത്തി എണ്ണി തുടങ്ങി യാക്കര വഴി മൂത്താൻതറയും ചുണ്ണാമ്പുതറയും വടക്കുംതറയും ഒക്കെ എണ്ണി 7 റൗണ്ട് പിന്നിടുമ്പോഴാണ് ഒരു തരത്തിൽ UDFന് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുക. റൗണ്ടുകളിലേക്കൊക്കെ എത്തുമ്പോൾ UDF ഒരല്പം ലീഡ് സാധാരണ നിലയിൽ BJPയുടെ കുറയ്ക്കാറുണ്ട്. അതുവരെയും വലിയ ലീഡായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ യാക്കരയിലൊക്കെ എണ്ണുമ്പോൾ യാക്കരയടക്കമുള്ള മേഖലകളിലൊക്കെ ചിലപ്പോൾ 70-80% വോട്ട് വരെ BJP കിട്ടിയെന്നാണ് സമീപത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ സൂചിപ്പിക്കുന്നത്. 8-9 റൗണ്ടിൽ ലീഡ് അല്പം കുറയ്ക്കാൻ UDFന് കഴിയുകയാണെങ്കിൽ UDF ചിത്രത്തിലേക്ക് വരുന്നു എന്നൊരു പക്ഷേ ഒരു പ്രതീതി ഉണ്ടായേക്കാം. അതിനുശേഷം BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും പോയി ഏറ്റവും ഒടുവിൽ നഗരസഭയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരുപക്ഷെ UDFന് ഒരു ലീഡ് ഉയർത്താൻ കഴിഞ്ഞാൽ UDF വിജയ ചിത്രത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ പിരായിരിയാണ് ഏറ്റവും നിർണായകം. നഗരസഭ എണ്ണിക്കഴിയുമ്പോൾ ഒരു 10,000-ന് മുകളിലൊക്കെയാണ് BJPക്ക് ലീഡെങ്കിൽ BJP പ്രവർത്തകർക്കും സ്ഥാനാർത്ഥിക്കും ഒക്കെ പ്രതീക്ഷയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6,239 വോട്ടിന്റെ ലീഡാണ് പാലക്കാട് നഗരസഭ BJPക്ക് നൽകി. ആ ലീഡിനെ മറികടന്നത് പിരായിരി ഗ്രാമപഞ്ചായത്ത് കൊണ്ടാണ്. പിരായിരിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ UDFന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. LDFനേക്കാളും BJPയെക്കാളും ഇരട്ടി വോട്ടുകൾ, 12,000-ൽ പരം വോട്ടുകൾ കഴിഞ്ഞ തവണ പിരായിരിയിൽ സ്വന്തമാക്കി. അത് ആവർത്തിക്കാൻ കഴിഞ്ഞാൽ നഗരസഭയിൽ ഉണ്ടാകുന്ന പിന്നോട്ടുപോക്ക്, ഒരു പക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള പിന്നോട്ടുപോക്ക് പിരായിരി കൊണ്ട് UDFന് മാനേജ് ചെയ്യാൻ കഴിയും. പിരായിരി എണ്ണി കഴിയുമ്പോഴേക്ക് UDF മുൻപിൽ എത്തേണ്ടതാണ്. നമ്മുടെ കണക്കുകളൊക്കെ ശരിയാവുകയാണെങ്കിൽ പിരായിരി എണ്ണി കഴിയുമ്പോൾ UDF മുമ്പിലെത്തേണ്ടതാണ്. പിന്നീടുള്ളത് മാത്തൂരും കണ്ണാടിയുമാണ്. മാത്തൂരിലും സമാനമായൊരു സാഹചര്യമാണ്. പിരായിരിയിൽ 12,000 വോട്ട് UDF ലഭിക്കുമ്പോൾ 6,000, 5,900 വോട്ടാണ് LDFനും BJPക്കും ഒക്കെ ലഭിക്കാറെങ്കിൽ കണ്ണാടിയിൽ അത്ര വലിയ വ്യത്യാസം, ഈ വലിയ ഭൂരിപക്ഷം UDFന് സാധാരണ നൽകാറില്ല. പക്ഷേ UDFന് എത്ര വോട്ടാണോ ലഭിക്കുന്നത് അതിന്റെ നേർപകുതിയാണ് സാധാരണ നിലയിൽ
BJP ക്ക് ലഭിക്കുക. അവിടെയാണ് BJP-യുമായുള്ള വ്യത്യാസം കൂടുകയും ലീഡ് ഉയർത്തുകയും ചെയ്തത്. മാത്തൂരിൽ ഏതാണ്ട് UDF വോട്ട് ടാലിയുടെ പകുതിയെ കഴിഞ്ഞ തവണ BJP നേടിയിട്ടുള്ളൂ. പക്ഷെ കണ്ണാടിയിൽ കുറച്ചുകൂടി അടുത്താണ്. അങ്ങനെയാണെങ്കിൽ പോലും കണ്ണാടിയും മാത്തൂരും LDF ഏതെങ്കിലും തരത്തിൽ മുന്നിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. മാത്തൂരിലും കണ്ണാടിയിലും നേരിയ വോട്ടുകൾക്ക് LDF മുമ്പിൽ നിന്നാൽ തന്നെയും BJP-യും UDF-ഉം തമ്മിലുള്ള അന്തരം വളരെ വലുതാണെങ്കിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു ഫോട്ടോ ഫിനിഷിൽ UDF-ന് പാലക്കാട് വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള സാഹചര്യം. പക്ഷേ രാഷ്ട്രീയമാണ്, എഴുതിയത് ജനം എഴുതിയത് അവരുടെ വിധിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്നും അല്ലാതെയും ഒരു വിധി വരാൻ കേട്ടോ, അതും കാത്തിരിക്കണം. അതുകൊണ്ട് പാലക്കാട്ട് എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു തീർപ്പൊന്നും ഇപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയില്ല. അതാർക്കും കഴിയുന്നില്ല. 10,000-ലധികം വോട്ട് ജയിക്കുമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികൾ പോലും ഇന്ന് പറയുന്നത് ഇതാ ഒരു 5,000 വോട്ട് ജയിക്കും, 2,500 ജയിക്കും എന്നൊക്കെയാണ്. പാലക്കാട്ട് ഫിനിഷിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നേരെ ചേലക്കരയിൽ ഞാൻ പറയുക, ചേലക്കരയിലും ഇതേ ഫോട്ടോ ഫിനിഷ് ഉണ്ടെന്നാണ്. 39,400 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ K. രാധാകൃഷ്ണനെ നിയമസഭയിലേക്ക് അയച്ച ചേലക്കരയിൽ എങ്ങനെയാണ് ഒരു ഫോട്ടോ ഫിനിഷ് ഉണ്ടാവുക എന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ഈ 39,400 കഴിഞ്ഞ തവണ ഇതേ K. രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഈ അസംബ്ലി സെഗ്മെന്റിൽ 5,173 വോട്ടായി താണിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. UDF ക്യാമ്പിലേക്ക് 21,500ഓളം വോട്ട് പോകുന്നു. BJP-യിലേക്ക് NDA ക്യാമ്പിലേക്ക് 5,000-ഓളം വോട്ട് സരസു എന്ന സ്ഥാനാർത്ഥിക്ക് പോകുന്നു. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ LDF-ന്. പക്ഷേ K. രാധാകൃഷ്ണൻ 5,173 വോട്ടിന്റെ ലീഡ് കേരളത്തിൽ വെറും 19 നിയമസഭാ സെഗ്മെന്റിൽ മാത്രമേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ LDF മുമ്പിൽ വന്നിട്ടുള്ളൂ. അതിലൊന്ന് 5,173 ആണെങ്കിലും അതിലൊന്ന് ചേലക്കരയാണെന്നുള്ളത് കാണണം. ഈ തവണ വോട്ട് എണ്ണിത്തുടങ്ങുന്ന വരവൂർ മുതൽ അവസാനിക്കുന്ന പഴയന്നൂർ വരെ ഒരേ പാറ്റേൺ ആയിരിക്കുമോ? കഴിഞ്ഞ തവണ ഒരേ പാറ്റേൺ ആയിരുന്നു, അതോ ഇത്തവണത്തെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വീറും വാശിയും ഒക്കെ പ്രതിഫലിച്ചാൽ വരവൂരും അതുപോലെ തന്നെ വള്ളത്തോൾ നഗറും ഒക്കെ ഇടതുപക്ഷത്തിന് നല്ല ശക്തിയുള്ള വള്ളത്തോൾ നഗറൊക്കെ കടന്ന് പഴയന്നൂരിലേക്കൊക്കെ എത്തുമ്പോൾ, അതിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ 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 സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് എന്ന് ചില സൂചനകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആദ്യം തന്നെ ചേലക്കരയിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ അവിടുത്തെ ട്രെൻഡ് എന്താണ് എന്ന് വ്യക്തമാകുമെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ആദ്യം മുതൽ തന്നെ LDF കേന്ദ്രങ്ങളിൽ അതിന്റെ ഇളക്കം പ്രകടമാകും. അതേസമയം LDF വിജയിക്കാൻ പോകുന്നു എന്നതാണ് സ്ഥിതിയെങ്കിൽ ആദ്യം മുതലേ വ്യക്തമായ ലീഡിലേക്ക് അവരുടെ പാർട്ടി വോട്ടുള്ള സ്ഥലങ്ങളിലെ വോട്ട് ആദ്യ ബൂത്തുകൾ എണ്ണി വരുമ്പോൾ വ്യക്തമായ ലീഡിലേക്ക് LDF എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരിയ തോതിൽ 5% അവിടെ പോളിംഗ് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ആശങ്കയില്ല എന്നതാണ് LDF-ന്റെ വലിയ ആത്മവിശ്വാസം. മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ വരവൂർ പഞ്ചായത്ത് ഭരണം LDF-ന്, ദേശമംഗലം LDF-ന്, വള്ളത്തോർ നഗർ പഞ്ചായത്ത് LDF-ന്, പാഞ്ഞാൾ LDF-ന്, ചേലക്കര LDF-ന്, കൊണ്ടാഴി UDF, തിരുവില്ലാമല UDF, മുളൂർക്കര LDF, പഴയന്നൂർ UDF. ഇങ്ങനെ ബലാബലം പഞ്ചായത്തിൽ നോക്കിയാലും 6-3 എന്ന ടാലിയിൽ നിൽക്കുകയാണ് അവിടെ കാര്യങ്ങൾ എന്നതുകൂടി ഓർക്കണം. അവിടെയാണ് ഒരു വലിയ ഫൈറ്റ് കൊടുക്കാനെങ്കിലും UDF-ന് ഇത്തവണ അതുകൊണ്ട് പാലക്കാട് പോലെ തന്നെ ചേലക്കരയും നമ്മൾ ഒരു പക്ഷേ അവസാനത്തെ ഓവറിൽ തീരുമാനമാകുന്ന ഒരു മത്സരമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വരവൂരിൽ തുടങ്ങി പഴയന്നൂരിൽ അവസാനിക്കുമ്പോൾ മാത്രമേ ആ മണ്ഡലത്തിന്റെ കാര്യവും തീർപ്പാവുമെന്നാണ് എനിക്ക് ഈ രാത്രിയിൽ തോന്നുന്നത്. രതീഷ് എന്തായാലും നാളത്തേക്ക് കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ട്രെൻഡ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഒരു LDF ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് 3 റൗണ്ട് കഴിയുമ്പോഴെങ്കിലും കണിശമായി പറയാം. പക്ഷെ അപ്പോഴും ഇഞ്ചോടിഞ്ച് ആണെങ്കിൽ എന്ത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അതെ പഴയന്നൂരിലേക്കൊക്കെ എത്തുമ്പോൾ UDF-ന് ഒരു പക്ഷേ അനുകൂലമായി കാര്യങ്ങൾ മാറാം. ചെറിയൊരു ഫോട്ടോ ഫിനിഷിന്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് പോളിംഗ് പെർസെന്റേജ് ഈ ഗ്രാഫ് വരുന്നതെങ്കിൽ അവസാനം എണ്ണുന്ന മേഖലകൾ, അതായത് കൊണ്ടാഴി മുതൽ അങ്ങോട്ടുള്ള മേഖലകൾ, ഏറ്റവും ഒടുവിൽ തിരുവല്ലുവാമല കടന്ന് പഴയന്നൂരിൽ എത്തുമ്പോഴേക്ക് കുറച്ചുകൂടി UDF-ന് അനുകൂലമായ സാഹചര്യമുള്ള ഇടങ്ങളാണ് അവസാനം എണ്ണുന്നത് എന്ന കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതുകൊണ്ട് ഈ ചെറിയ ലീഡൊക്കെയാണ് ആദ്യത്തെ റൗണ്ടുകളിൽ ചെറിയ ലീഡാണ് UR പ്രദീപിനെങ്കിൽ വേണമെങ്കിൽ അത് രമ്യക്ക് ചിത്രം. നമുക്കിനി വയനാട്ടിലേക്ക് പോയാലോ? വയനാട്ടിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്ര എന്ന ഒരൊറ്റ ചോദ്യത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് കാണണം. കാരണം 9,52,453 പേർ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. 14,71,742 വോട്ടർമാരിൽ അത്ര പേർ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. 73.57 എന്ന പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞ് ഈ നിലയിലെത്തി എന്ന സാഹചര്യം പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ 3,64,442 ആദ്യം മത്സരിക്കുന്ന 2019 തെരഞ്ഞെടുപ്പിൽ അത് പക്ഷേ കുറഞ്ഞ് 3,00,000
ക്ഷമിക്കണം 2024 3,64,442 എന്ന ഭൂരിപക്ഷം 2019 അത് 431 770 ആയിരുന്നു എന്നത് കൂടി ഓർക്കണം. അവിടെയും ഒരു 3,00,000-ലധികം വോട്ടിന്റെ വ്യത്യാസം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ നമ്മൾ കണ്ടതാണ്. ഇക്കുറി പോളിംഗ് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? പ്രിയങ്കയെ കംഫർട്ടബിളായി വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലേ, വിജയിപ്പിച്ച് ഇവിടെ നയിക്കാൻ കഴിയില്ലേ കോൺഗ്രസ് നേതൃത്വത്തിന് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നാളെ. ഭൂരിപക്ഷം 3 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അവിടെ ചുമതലയുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ അതിന് വഴി കേൾക്കേണ്ടി വരും. കാരണം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ്. പ്രിയങ്ക ഗാന്ധി വദ്രയുടെ പാർലമെന്റിലേക്കുള്ള ആദ്യത്തെ മത്സരമാണ്. നെഹ്റു ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരിയുടെ രാജീവ് ഗാന്ധിയുടെ മകളുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ പകിട്ടോ മാറ്റോ അല്പമെങ്കിലും കുറഞ്ഞു പോയാൽ അത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളുകൾ സമാധാനം പറയേണ്ട വിഷയമാണ്. മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ. അതേസമയം LDFന്റെ വലിയ പ്രചാരണമായിരുന്നു, കരുത്തനായ സ്ഥാനാർത്ഥിയായിരുന്നു. വോട്ട് കുറഞ്ഞു പോയാൽ, BJPയുടെ വോട്ട് കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടിൽ നിന്ന് താഴേക്ക് പോയാൽ അവിടെയും ഒക്കെ ചർച്ചകൾ ഉണ്ടെങ്കിലും എല്ലാ ചർച്ചകളും കേന്ദ്രീകരിക്കപ്പെടുക പ്രിയങ്ക ഗാന്ധിയിലേക്ക് തന്നെയായിരിക്കും. 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ രാവിലെ 8 മണിക്ക് അവിടെയും വോട്ടെണ്ണൽ തുടങ്ങുന്നു. കൽപ്പറ്റ SKMT ഹൈസ്കൂളിൽ, മാനന്തവാടി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണുമ്പോൾ കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണം, നിലമ്പൂർ അമൽ കോളേജിൽ, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് ഇങ്ങനെ 3 ജില്ലകളിലെ വോട്ടുകളാണ് 3 സ്റ്റേഷനുകളിലായി എണ്ണുന്നു. ആദ്യം മുതൽ ഫലസൂചന കൃത്യമായി വ്യക്തമായി പ്രേക്ഷകരിലേക്ക് വയനാട്ടിൽ നിന്നും നമ്മൾ എത്തിക്കും. മാതൃഭൂമി ന്യൂസ് എത്തിക്കും. നമുക്ക് അതുകൊണ്ട് നാളെ രാവിലെ 8 മണിക്ക് പെട്ടി തുറക്കുന്നത് വരെ കാത്തിരിക്കണം. മാതൃഭൂമി ന്യൂസ് എണ്ണി തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടാകും ആദ്യത്തെ വിവരം, ആദ്യത്തെ കൗണ്ട് പ്രേക്ഷകരെ അറിയിക്കാനെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓർമ്മിപ്പിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട്ടേക്ക് പോകും. കാരണം എന്താ, പാലക്കാട്ടായിരുന്നു ഇത്തവണത്തെ ഇടി, അവിടുത്തെ ഫിനിഷിംഗ്, അതിൽ ആര് വിജയിച്ചു എന്നാണ് അറിയേണ്ടത്. സരിന്റെ വരവാണ് ആ തിരഞ്ഞെടുപ്പ് ചിത്രത്തെ ആകെ മാറ്റിമറിച്ച് കളഞ്ഞത്. സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ സരിൻ പുറത്തേക്ക് വന്നത് എങ്ങനെ പാലക്കാട്ട് പ്രതിഫലിക്കും? ഡോക്ടർ സരിൻ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു, പിറ്റേന്ന് വീണ്ടും വാർത്താ സമ്മേളനം നടത്തുന്നു, പിന്നീട് ഇടത് സ്ഥാനാർത്ഥിയായി അവതരിക്കുന്നു, പിന്നീട് ഇടതിന്റെ മുഖമായി മാറുന്നു. കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനറായിരുന്ന ഡോക്ടർ പി സരിൻ ഇടത് മുന്നണിയെ വിജയിപ്പിക്കുന്ന മുന്നണിയാക്കി മാറ്റുമോ? കാണാം. പാർട്ടി പുനഃപരിശോധിക്കണം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, പുനഃപരിശോധിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ബെറ്റർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു കോൺഗ്രസ് ഇലക്ഷൻ പകുതി അവിടെ ജയിച്ചു. ചർച്ച ഒരു പ്രഹസനമായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? മുൻകൂട്ടി തീരുമാനിച്ച പോലെയാണ് കാര്യങ്ങൾ നടന്നത് എന്നുള്ളത് ഒരുമാതിരി അഹങ്കാരത്തോടെയല്ലേ ആളുകളോട് പറയുന്നത്? എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കാൻ പറ്റുമോ? രാഹുലിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു ചെറുപ്പക്കാരന്റെ മുഖം, യുവത്വത്തിന്റെ മുഖം, യൂത്ത് കോൺഗ്രസിന്റെ കർമ്മനിരതനായ ഒരു നേതാവ്, സമരമുഖത്ത് തീജ്വാല പറപ്പിക്കുന്ന ഒരു നേതാവ് പാലക്കാട് സ്ഥാനാർത്ഥിയാവുന്നതിൽ എന്താ കുറ്റം? തുടങ്ങിയതും അവസാനിച്ചതും എപ്പോഴാണ്? നേരത്തെ ഇതേ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. വിളിച്ച സമയത്ത് ഞാൻ ഇന്നത്തെ പത്രസമ്മേളനത്തിന് ശേഷം ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഉച്ചചൂല നൃത്തം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംവിധാനത്തിന്റെ കെട്ടുറപ്പാണ് കാണിക്കുന്നത്. തൃശൂരിലെ മുരളി മന്ദിരത്തിലുള്ള കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയ സരിൻ അവിടെ പുഷ്പാർച്ചന നടത്തി. കരുണാകരന്റെയും കല്യാണിക്കുട്ടി അമ്മയുടെയും ശവകുടീരത്തിൽ ഒരു പുഷ്പാർച്ചന നടത്താൻ മനസ്സ് കാണിക്കാത്ത UDFന്റെ രാഹുൽ എന്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്? ഇന്നലെ വരെ സരിന്റെ നാവെന്ന് പറയുന്നത് CPM-നെതിരെ കൊത്തിപ്പലിച്ച നാവാണ്. ആ നാവിനെ ഇന്നെടുത്ത് വായിൽ വെക്കാൻ സാധിക്കും CPM-നെങ്കിൽ ആ CPM-ന് എന്ത് വൃത്തികേടും കാണിക്കാൻ സാധിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അല്പം മുന്നോട്ട് പോകാനായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനായി LDF ക്യാമ്പിനെ പക്ഷെ പ്രതിരോധിക്കേണ്ടി വന്ന ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ പ്രചാരണത്തിന് കോൺഗ്രസ് പക്ഷേ വീണ് കിട്ടിയ ഒരു ആയുധം ഉണ്ടായിരുന്നു പാലക്കാട്ട്. KPM ഹോട്ടലിൽ പാതിരാത്രി നടന്ന നാടകം, പാതിരാ നാടകം എന്ന് UDF ആക്ഷേപിച്ച വനിതാ നേതാക്കളുടെ മുറിയിൽ നടത്തിയ പരിശോധന, തുടർന്നൊരു പച്ച ട്രോളി ബാഗിൽ കള്ളപ്പണം കടത്തിയെന്ന ആരോപണം, ആ ആരോപണത്തിന് തുമ്പില്ലാതെ വന്നത്, അങ്ങനെ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ഇളക്കി മറിച്ച പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റുകളിൽ ഒന്ന് ഈ പാലക്കാട്ടെ പച്ചപ്പെട്ടിയായിരുന്നു. പച്ചയാണോ നീലയാണോ? പച്ചയോ നീലയോ? നീല. അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് യൂണിഫോം ഇട്ടവരും യൂണിഫോം ഇടാത്തവരുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള. We have not created the situation. We have not created the situation. When our office bearers' room was surrounded by other party people, we didn't see any police officer trying to remove them. Seeing that in the TV only, we came here.
അടിമുടി കള്ളം ചെയ്യുക, തൊണ്ടി മുതൽ ഒളിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പണപ്പെട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ 2 പ്രശ്നമാണ്. ഒന്ന്, ഞാൻ പാലക്കാട്ടില്ല, കോഴിക്കോടാണുള്ളത്. 2, എൻ്റെ ഈ പണപ്പെട്ടിയിൽ ഈ 2 പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പണപ്പെട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാമായിരുന്നു. പെട്ടിയല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നത്, നാടിന്റെ വികസനവും ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്. നീല ബാഗും കറുത്ത ബാഗും ഉൾപ്പെടെയുള്ള ബാഗ് കുഴൽപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം. യെസ്, ആ വലിയ വിവാദങ്ങളുടെയൊക്കെ വിളവെടുപ്പ് എന്താകുമെന്നാണ് നാളെ അറിയാനുള്ളത്. ജി പ്രസാദ് കുമാർ പാലക്കാടുണ്ട്, തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പ് ഫോളോ ചെയ്യുകയാണ്. ഡോക്ടർ ജി പ്രസാദ് കുമാർ, നാളെ ഒന്നാമത്തെ വോട്ട് എണ്ണി തുടങ്ങുന്നത് മുതൽ ആകാംക്ഷ ഏറുകയാണ്. അവസാനത്തെ കൂട്ടലും കിഴിക്കലുമൊക്കെ ആയി കാണും. എന്താണ് പാലക്കാട്ടെ ഒരു വർത്തമാനം? അഭിലാഷേ, വളരെ നെഞ്ചിടിപ്പോടുകൂടിയാണ് മുന്നണികൾ സ്ഥാനാർത്ഥികൾ നാളെ രാവിലെ 8 മണിയോടെ പെട്ടി തുറക്കുന്നത് കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ കുതികികളും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമുക്ക് പറയാം. അതുകൊണ്ടാണ് തുടക്കം മുതൽ 1 മാസത്തിലേറെ കാലമായി വിവാദങ്ങൾ നിറഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ ഇപ്പോൾ നേരത്തെ പ്രദർശിപ്പിച്ച അതേ ദൃശ്യങ്ങൾ, ആ വാക്കുകളെല്ലാം തന്നെ വിവാദങ്ങളായിരുന്നു. നമ്മൾ നാളെ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഒരു റൗണ്ടിൽ ഇപ്പോൾ നാളെ വോട്ടെണ്ണാൻ പോകുന്ന 8 മണിക്ക് ശേഷം ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. അതിനുശേഷം AVM മെഷീൻ എണ്ണി തുടങ്ങുന്നത്. ആദ്യം 14 ബൂത്തുകൾ, ഒരു റൗണ്ടിൽ 14 ബൂത്തുകൾ വെച്ചാണ് എണ്ണുക. മൊത്തം 184 ബൂത്തുകളാണ് പാലക്കാട് നഗരസഭയിലുള്ളൂ. ആദ്യം പാലക്കാട് നഗരസഭയാണ് എണ്ണി തുടങ്ങുക, പിന്നീടാണ് പിരായിരി, മാത്തൂർ, കണ്ണാടി അങ്ങനെ പോകുന്നത്. അപ്പോൾ ആദ്യം എണ്ണുന്ന 14 ബൂത്തുകളിൽ പാലക്കാട് നഗരസഭയിലെ കൽപ്പാത്തി, കുമരപുരം മേഖലയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് അനുസരിച്ച് BJP അവിടെ 2607 വോട്ടിൻ്റെ ലീഡ് നേടി. പിന്നെ എണ്ണാമൊന്ന് കല്ലാപ്പുള്ളി, പുത്തൂർ ഭാഗത്താണ്. അവിടെ 911 വോട്ടോടെ ലീഡ് തന്നു. 3-ാം റൗണ്ട് ആകുമ്പോൾ പറക്കുന്നം, ശ്രീരാംപാളയം ടൗൺ എന്ന് പറയുമ്പോൾ 758 വോട്ടിൻ്റെ ലീഡ് BJP നേടുന്നു. 4-ാം റൗണ്ട് വീണ്ടും BJP 2170 വോട്ടിന് നേടുന്നു. അങ്ങനെ 7 റൗണ്ട് വരെ BJP കുതിക്കുക തന്നെ ചെയ്യും. ഏതാണ്ട് ആ ലീഡ് 9733 വരെയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. പക്ഷേ 8-ാം റൗണ്ട് പാലക്കാട് നഗരസഭയുടെ അവസാനത്തെ ഭാഗം എത്തുമ്പോൾ UDF ചെറുതായിട്ടുള്ള ലീഡ് പിടിക്കും. അന്ന് കഴിഞ്ഞ 2021 178 വോട്ടിൻ്റെ ലീഡാണ് ഈ 8-ാം റൗണ്ടിൽ UDF നേടി. അങ്ങനെ ഈ ശ്രീധരൻ്റെ ലീഡ് 9555 കുറഞ്ഞു. പക്ഷേ പിന്നീട് പിരായിരി പഞ്ചായത്തിലേക്ക് കടക്കണം. അവിടെ വെച്ച് അതാണ് അതിന്റെ കഥ. പിരായിരിയിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനം. പാലക്കാട് നഗരസഭയിൽ ആദ്യം 10,000-ൽ തൊട്ടില്ല എന്ന മട്ടിലൊക്കെ BJP എത്തിയാലും അപ്പോഴേ വിജയിച്ചു എന്ന് ആഹ്ലാദിക്കരുത്. അതിനുശേഷമാണ് ബാക്കി കഥയിരിക്കുന്നത്. അതിനുശേഷമാണ് ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ പോവുക. അത് തന്നെ ആയിരിക്കുമോ ഇക്കുറി സംഭവിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചേലക്കരയിലേക്ക് ഒന്നും അവിടെ MS ലിഷോയുണ്ട്. ലിഷോയ്, ചേലക്കരയിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ പ്രതീതിയായിരുന്നു പ്രചാരണ രംഗത്ത്. നാളെ എപ്പോഴറിയാം ആദ്യ ഫലസൂചന? അവിടുത്തെ വോട്ടെണ്ണൽ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതായത് പാലക്കാട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ് നടന്നതെങ്കിൽ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. രാഷ്ട്രീയവും വികസനവും വികസനമില്ലായ്മയും എല്ലാം തന്നെ ഇവിടെ ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 177 ബൂത്തുകളാണ് ചേലക്കര മണ്ഡലത്തിൽ ഉള്ളത്. ആ 177 ബൂത്തുകളിൽ ആദ്യം എണ്ണി തുടങ്ങുന്നത് വരവൂർ മേഖലയാണ്, വരവൂർ പഞ്ചായത്താണ്. വരവൂർ, ദേശമംഗലം പഞ്ചായത്തുകളാണ് ആദ്യം എണ്ണുന്ന 2 പഞ്ചായത്തുകൾ. ഈ സ്ഥലം നോക്കുകയാണെങ്കിൽ വരവൂർ, ദേശമംഗലം പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് CPM-ന്റെ വളരെയേറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉറച്ച പ്രദേശങ്ങൾ എന്ന് പറയാൻ സാധിക്കും. UR പ്രദീപിൻ്റെ ജന്മസ്ഥലം കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ LDF-ന് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിനുശേഷം വള്ളത്തോൾനകളായാലും പാഞ്ഞാളായാലും ചേലക്കരയിലെത്തുമ്പോഴാണ് പിന്നീട് 5ാമതായാണ് ചേലക്കര പഞ്ചായത്ത് എണ്ണുക. അവിടെ എത്തുമ്പോൾ UDF-ന് മേൽക്കൈ ഉണ്ടാകുമെന്നുള്ളതാണ് UDF വൃത്തങ്ങൾ പറയുന്നത്. അവരുടെ ഒരു പ്രതീക്ഷ അതാണ്. കൊണ്ടാഴി പഞ്ചായത്തിലും UDF-ന് ഏറെ പ്രതീക്ഷയുണ്ട്. അവർ ഭരിക്കുന്ന പഞ്ചായത്താണ്. പിന്നീട് തിരുവല്ലാമല പഞ്ചായത്തിലും UDF ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവിടെയും അവർക്ക് പ്രതീക്ഷയുണ്ട്. മുള്ളൂർക്കരയിലെത്തുമ്പോൾ LDF ആണ് ഭരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവിടെയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. പഴയന്നൂരിലും LDF-ന്റെ ഭൂരിപക്ഷം മറികടക്കാനായി കഴിയുന്ന തക്കത്തിലുള്ള ഒരു മുന്നേറ്റം കിഴിക്കലും കണക്ക് പറച്ചിലുമാണ്. ഒരു രാത്രി ഇനി അത് കഴിയണം. ഈ രാത്രി കഴിയാനാണ് പ്രയാസം. നമുക്ക് M കമൽ കൂടിയുണ്ട്. വയനാടാണ് ലോക്സഭാ മണ്ഡലം. കമൽ, വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ ചേലക്കരയുടെ കാര്യമോ പാലക്കാടിന്റെ കാര്യമോ പറയുന്നത് പോലെ ഫലത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആശങ്കയോ ആകാംക്ഷയോ ഇല്ല. പക്ഷെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ അവസാനത്തെ കണക്ക് എന്താണ്? അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ആകാംക്ഷയും ആശങ്കയും ഒന്നുമില്ല. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതോടുകൂടി UDF ക്യാമ്പിന് വലിയ ഒരു ടെൻഷനുണ്ട്. കാരണം
9.5 ലക്ഷം വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്തത്. ഏതാണ്ട് 14,70,000 വോട്ടർമാരിൽ 64.72% പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ അത് 73% അതുകൊണ്ട് തന്നെ ഈ 8%, 9% കുറവ് വരുമ്പോൾ ഈ UDF അവകാശപ്പെട്ടതുപോലെ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമോ എന്നത് സംശയമാണ്. അതിൽ വലിയൊരു ആശങ്ക UDF ക്യാമ്പിനുണ്ട്. LDF പറയുന്നത് ഞങ്ങളുടെ വോട്ടൊക്കെ പെട്ടിയിലായിട്ടുണ്ട് എന്നാണ്. അപ്പോഴും LDFന്റെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്തിട്ടില്ല എന്നാണ് UDF നേതാക്കളൊക്കെ വാദിക്കുന്നത്. LDF വേണ്ട രീതിയിൽ പ്രചാരണം പോലും നടത്തിയില്ല, അതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്ന വാദമാണ് UDF നേതാക്കൾ ഉയർത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 1,40,40,000 വോട്ടുകൾ ലഭിച്ചിരുന്നു. അത് കുറയാതിരിക്കുക എന്നതാണ് NDAയുടെ ലക്ഷ്യം. പക്ഷേ അത് നല്ല രീതിയിൽ കുറയും. 1 ലക്ഷത്തിന് അടുപ്പിച്ച് വോട്ടുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് LDFും UDFും കണക്കുകൂട്ടുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം സംബന്ധിച്ച കണക്കുകൂട്ടലുകൾ തന്നെയാണ് അവസാന ദിവസം രാത്രിയുമുള്ളത്. ശരി, ഏതായാലും ഭൂരിപക്ഷം എത്ര എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ. 2019 രാഹുൽ മത്സരിക്കുമ്പോൾ ആ വോട്ടെണ്ണുമ്പോൾ ഞാൻ അന്ന് വയനാട്ടിൽ റിപ്പോർട്ടിങ്ങിനുണ്ട്. വയനാട്ടിൽ പക്ഷേ അന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ, ഇപ്പോൾ CPM-ൽ പോയ KPNL കുമാർ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ് KPC, അദ്ദേഹം പറഞ്ഞ് 2.5 ലക്ഷം ഉറപ്പാണ് എന്നാണ്. 4.5 കടന്നുപോയി ഭൂരിപക്ഷം. കണക്കുകളൊക്കെ തെറ്റാം, ചിലപ്പോൾ കുറയാം, കൂടാം. ഇനി നമുക്ക് പാലക്കാട്ടേക്ക് തിരികെ വന്നാൽ അവിടെ ചില കൗതുകങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിരുന്നല്ലേ പാലക്കാട്? ഞാൻ 3 തവണയായി പല ദിവസങ്ങളിൽ പാലക്കാട് ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ. എല്ലാ വിവാദവും കൊടുക്കാതെ നിന്നാൽ ഇന്ന് സമയം തികയെ പോലും ഇല്ല. കാരണം ഓരോ ദിവസവും ഓരോ ട്വിസ്റ്റ്, ടേൺ രസകരമാണ്. അതിനിടയ്ക്കുള്ള വന്ന ഒരു രസകരമായ സംഗതിയാണ് ഈ കൈ കൊടുക്കൽ വിവാദം. സരിൻ കൈ നീട്ടുന്നു, രാഹുലും ഷാഫിയും മൈൻഡ് ചെയ്യാതെ പോകുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ അന്ന് NN കൃഷ്ണദാസിന് കൈ കൊടുക്കാൻ പോയ കൃഷ്ണകുമാറിനും ഇതേ അനുഭവം നേരിടുകയും ചെയ്തു. അതൊന്ന് കാണാം. ഗോപിയേട്ടനെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു 2 വശത്തു നിന്നും. ഞാനിപ്പുറത്ത് നിൽക്കണ്ട. അപ്പൊ എനിക്കൊരു ചെറിയ എന്താ തോന്നുക, ഇതിപ്പോ ഞാൻ എന്തോ ചെയ്തോ, ഗോപിയേട്ടൻ ചെയ്തതും ഞാൻ ചെയ്തതും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് ഷാഫി. അപ്പൊ ഇല്ല എന്നാണ് ഷാഫി പറഞ്ഞത്. രാഹുൽ പിന്നെ കണ്ടിട്ടേ ഇല്ല എന്ന്. കുഴപ്പമില്ല, ജനങ്ങൾ ഇത് കണ്ടല്ലോ. എൻ്റെ പ്രവൃത്തിയും വർത്തമാനവും തമ്മിൽ നല്ല ബന്ധവും ആത്മാർത്ഥതയൊക്കെ ഉള്ള ആളാണ്. നമ്മൾ ഈ ചാനലുകളുടെ മുന്നിൽ നിങ്ങൾക്കൊരു വാർത്ത തരാൻ വേണ്ടി അഭ്യാസങ്ങൾ കാണിക്കുക. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയുടെ മുന്നിൽ പോയി ഒരു വാർത്ത ഉണ്ടാക്കി. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പം ഒരു മര്യാദയില്ലാതെ ഉമ്മൻചാണ്ടി സാറിനെ തള്ളിയും പറഞ്ഞു. കുട്ടികളെ കൊല്ലുന്ന ഏർപ്പാടിൽ ഞങ്ങളില്ല. ഞാൻ മിണ്ടിയായിരുന്നു. എന്നോട് പറഞ്ഞു ഷാഫി ഇപ്പുറത്തുണ്ട് എന്നോട് അവൾക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പുറത്ത് തന്നെ ഉണ്ടാവണേന്ന് ഞാൻ പറഞ്ഞു. ഒരു പോളിംഗ് ബൂത്തിന് മുമ്പിൽ വെച്ച് എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാൾക്ക് കൈ കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാൽ എന്താ പ്രശ്നം? എൻ്റെ വീടിനടുത്ത് കഴിഞ്ഞ 10-25 വർഷമായിട്ട് താമസിക്കുന്ന ആളാണ്. ഈ ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയാണ്. സംസ്കാരവും മര്യാദയും അതാ. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, സോറി. ഞങ്ങളടുത്ത അയൽക്കാരല്ലേ, ഞാൻ കണ്ടിട്ടില്ല. കൃഷ്ണകുമാർ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു അദ്ദേഹത്തെ. എൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്നില്ല, നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ. അയ്യോ, ഞാൻ മനസ്സിലാക്കി, ഞാൻ കണ്ടതല്ല. കല്യാണരാമനിലാണെന്ന് തോന്നുന്നു അല്ലേ ഇന്നസെന്റ് പറയുന്നത്? അമ്മയുടെ വീടിന്റെ അടുത്താ അവന്റെ വീട്. അതുപോലെയായിരുന്നു. ഞങ്ങൾ അടുത്തടുത്തുള്ള ആളുകളാണ്, പക്ഷെ കാണാതെ പോയി. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. തീർച്ചയായും ഈ സ്ഥാനാർത്ഥിത്വം മുതൽ അങ്ങോട്ട് പാലക്കാട് കോൺഗ്രസിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും 2 സിനിമ എടുക്കാനുള്ള സംഭവങ്ങൾ ഇതിനോടകം അരങ്ങേറിയിട്ടുണ്ട്. പലരും കലാപക്കൊടി ഉയർത്തി. AK ഷാരിഫിനെ പോലെയുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി. ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട ആളുകളുണ്ട്, ഗ്രൗണ്ടിൽ ഇറങ്ങാത്ത ആളുകളുണ്ട്. എന്നാൽ പാർട്ടിയെ ഉറപ്പിച്ച് നിർത്താൻ പരിശ്രമിച്ചവരുണ്ട്. കോൺഗ്രസിൽ ഇനി എന്ത് സംഭവിക്കും? അതൊരു വലിയ ചോദ്യമാണ്. കോൺഗ്രസിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിന്റെ സൂചനയായി മാറുമോ ഈ പാലക്കാട്ടെ ഫലം എന്നതാണ് പ്രധാനം. അത് കാണാം. പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര കിട്ടിയ നല്ല കാര്യം തന്നെയാണ്. സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുകയില്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് ആ ജനാധിപത്യ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു കുടുംബത്തിൽ അംഗങ്ങളാണ്. രാജയാനത്തിന് ഭൂമി കൊടുക്കുന്ന കാര്യം ആ തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങനെ ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്നോടല്ല ചോദിക്കേണ്ടത്, സന്ദീപ് വാര്യരോടാണ് ചോദിക്കേണ്ടത്. വരുന്നതൊന്നും ഞാൻ TV കണ്ടതല്ലാണ്ട് എന്നോട് ആരും അതിനെപ്പറ്റിയിട്ട് അഭിപ്രായം ഇതുവരെ ചോദിച്ചിട്ടില്ല. ആണെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഇപ്പോൾ വന്നാൽ വന്ന വെള്ളം ഉള്ള വെള്ളത്തിനെയും കൊണ്ടുപോകും. ഒരാളെങ്കിലും അയാളുടെ കൂട്ടത്തിൽ ഈ പാർട്ടി വന്നിട്ടുണ്ടോ? ഇല്ല.
പിന്നെ അയാളെ കൊണ്ടുവന്നപ്പോൾ എഴുന്നേറ്റിട്ട് എന്താ കാര്യം? സന്ദീപ് വാര്യർ ഇടക്കാലത്ത് നടത്തിയ ചില പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഒരു 10 പേർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ വോട്ട് UDF നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. വലിയ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം നമുക്കുണ്ടാവും. പാർലമെന്റ് ഇലക്ഷനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല രീതിയിൽ വോട്ട് കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട്. 5 പ്രാവശ്യം ഞങ്ങളുടെ പ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങിയിട്ടില്ല, 5 സ്ക്വാഡ് നടത്തിയിട്ടില്ല. അതിൻ്റെ നല്ല റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അഭിലാഷ്, ഈ കോൺഗ്രസിലെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന ഉൾപാർട്ടി പോരാണ് എന്നത് അവർ തന്നെ സമ്മതിക്കാറുണ്ട്. ഈ ഉൾപാർട്ടി പോരിൽ ആര് ജയിക്കുന്നു, അതായത് ഉൾപാർട്ടി ജനാധിപത്യത്തിൽ ജയിച്ചതിന് തുല്യമാണ് എന്നതാണ് ഓരോ നേതാക്കളെയും കരുത്തരാക്കുന്നത്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മുള്ളുകൾ, മുനകൾ അതിനെയൊക്കെ മറികടക്കാനുള്ള നാളെ റിസൾട്ട് രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ തന്നെ രമ്യ ഹരിദാസിനും അനുകൂലമാണെങ്കിൽ പിന്നെ ഈ പോരിന് പ്രസക്തിയില്ല. സംഭവിക്കുന്നത് കരുത്തരാണ്. പക്ഷേ മറിച്ച് സംഭവിച്ചാൽ കളം മാറും, കഥ മാറും എന്നതാണ് അവിടെ അതിനുള്ളിൽ തന്നെ ആളുകൾ പറയുന്നത്. എന്ത് സംഭവിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ദിശാസൂചകമാണ്. കേരള രാഷ്ട്രീയത്തിന് ദിശ നൽകുന്ന തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് നാളത്തെ ദിവസം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു നിർണായകമായ ദിവസമാണ്. നാളെ അറിയാം, പെട്ടി പൊട്ടിക്കുമ്പോഴറിയാം. പെട്ടി പൊട്ടിക്കുന്നത് മുതലുള്ള ഓരോ സൂക്ഷ്മമായ വിവരവും അതിന്റെ സമഗ്രതയിൽ മാതൃഭൂമി ന്യൂസ് എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കാത്തിരിക്കുക.